പപ്പായ അല്ലെങ്കിൽ പപ്പളങ്ങ അല്ലെങ്കിൽ കപ്പങ്ങ എന്നെല്ലാം പറയുന്ന ഈ പപ്പായ പഴത്തിൽ എന്തെല്ലാം ഗുണങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അറിയാമോ? പലതരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നു. ഇതിൽ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി, വിറ്റമിൻ ഇ എന്നിവ അടങ്ങിയിരിക്കുന്നു. ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു പഴവർഗ്ഗമാണ് പപ്പായ. ഡെങ്കു പനി ഭയങ്കര ഫേമസ് ആയിരുന്ന കാലത്ത് പ്രസിദ്ധമായി തീർന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ. ഇതിൻ്റെ കുരു ഉണക്കി പണ്ടുകാലത്ത് ആളുകൾ വറുത്ത് കൊണ്ടാട്ടമാക്കി ഉപയോഗിച്ചിരുന്നു. പപ്പായയുടെ തൊണ്ടും ഉണക്കി കൊണ്ടാട്ടമായി ഉപയോഗിച്ചിരുന്നു. എല്ലാ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പപ്പായ പച്ചക്കറിയായി നമ്മൾക്ക് കൂട്ടാൻ വെക്കാനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയായി കഴിക്കാനോ സാധിക്കും. ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ട് ആളുകൾ ഇതിനെ അത്രയ്ക്ക് കാര്യമായി ഉപയോഗിക്കുന്നില്ല. കപ്പങ്ങയുടെ ചറം അല്ലെങ്കിൽ അതിൻ്റെ ചാറ്, വെളുത്ത പാല് പോലുള്ള ദ്രാവകം നല്ലൊരു ഒറ്റമൂലിയായി ഉപയോഗിക്കുന്നു. ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾക്ക് ഒറ്റമൂലിയായി ഉപയോഗിക്കുന്നു. വയറുവേദന, ദഹനക്കേട് തുടങ്ങിയ ലക്ഷണങ്ങളെ ലഘൂകരിച്ച് ആരോഗ്യത്തിന് ദഹനത്തിന് നല്ലൊരു സഹായമായി പപ്പായ ഫലം തൊലിയിലുണ്ടാകുന്ന അലർജിക്ക് പഴുത്ത പപ്പായയുടെ പൾപ്പ് പുരട്ടുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാം നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള കാൽസ്യം കണ്ടന്റ് ധാരാളമുണ്ട് ഈ പപ്പായയിൽ. ഡെയിലി നോൺ വെജ് കഴിക്കുന്നവർക്ക് പഴുത്ത പപ്പായ കഴിക്കുന്നത് വളരെ സഹായകമാണ്. അവരുടെ ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നു ഇത് കഴിക്കുന്നത് മൂലം. രാവിലെ നമ്മൾ കടലയുടെയോ പയറിൻ്റെയോ കൂടെ പഴുത്ത പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ്. രാത്രി ഒരു നേരത്തെ ഭക്ഷണമായി പഴുത്ത പപ്പായ ഉപയോഗിച്ചാലും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഗർഭിണികൾ പപ്പായ കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. പച്ച പപ്പായ ഗർഭിണികൾ ഒരു കാരണവശാലും കഴിക്കരുത്. പക്ഷേ പഴുത്ത പപ്പായ കഴിക്കുന്നത് മൂലം അവർക്കുണ്ടാകുന്ന ആ നെഞ്ചെരിച്ചിൽ, ഗ്യാസ് ട്രബിൾ എന്നിവ വളരെ നന്നായി കുറയാൻ സാധിക്കും. പിന്നെ നമ്മൾ സാലഡ് പോലെയുള്ള ഇതിലും ഈ പപ്പായപ്പഴം ഉപയോഗിക്കുന്നുണ്ട്. പപ്പായ വളരെ നല്ല ഒരു ഫലമാണ്.